എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ GK പാർട്ട്, GK ആൻഡ് സയൻസ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടണ ആൻസർ നിങ്ങൾ ഒന്ന് കുറിച്ച് വെക്കുക. ഞാൻ ആൻസർ പറയുമ്പോൾ അത് തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കുക. അങ്ങനെ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 125, 132 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത്രയും പേപ്പർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ആൻസർ എന്താണ്? റൗലറ്റ് ആക്ട്, ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ എന്താ? എ. മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേത്? ആൻസർ ഡി. ലാഹോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ആൻസർ ഡി. കാഴ്സൺ പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ സി. സരോജിനി നായിഡു. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുമാണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ സി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വത്താവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഡി. 44-ാം ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ എ. അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ആൻസർ ഡി. സ്വരൺ സിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആൻസർ ബി. രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആൻസർ എ. വയനാട്. ആൻസർ എ. തൃശൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഡി. വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആൻസർ ബി. ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ആൻസർ സി. EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ആൻസർ എ. ഗൗരി പാർവതിബായി. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ സി. 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ബി. കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ആൻസർ ബി. പോട്ടി ശ്രീരാമലു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ആൻസർ സി ആണ്. 1, 2, 3 ആണ്.
വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ എ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരെ? ആൻസർ ബി APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ആൻസർ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെയാണ്? ആൻസർ ബി ശ്രീലങ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വലിപ്പത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ആൻസർ സി 7ാം സ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ആൻസർ ഡി സജി ചെറിയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? ആൻസർ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമേത്? ആൻസർ എ ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ സി പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തര മഹാസമതലം, സി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ എ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ സി ഡക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഡി പമ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ സി ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ഡി ആലപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളി ഏതു കായലിലാണ് നടക്കുന്നത്? ആൻസർ സി പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ആൻസർ ബി 941. നെക്സ്റ്റ്, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിതിൻ മധുകർ ജംദർ ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പഠിച്ചു വെക്കുക, നിതിൻ മധുകർ ജംദർ ആണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ബി സൈലന്റ് വാലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ സി മേഘാലയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? ആൻസർ സി 1973. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരെ? ആൻസർ ബി ജഗദീപ് ധൻകർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്?
ആൻസർ സി ഓർബിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? ആൻസർ ഡി ഗ്രാമീണ ജീവിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ബി 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏതു ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ എ ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? ആൻസർ ഡി അല്ലു അർജുൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ആൻസർ ബി കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ എ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആൻസർ എ ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ബി ആണ്. അതായത് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ സി പയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ആൻസർ സി കണ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്, തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്, സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ശരിയായതാണ് ചോദിക്കുന്നത്. ആൻസർ ബി ആണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മ്യൂസിയം കടൽ തീരം, മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ആൻസർ ബി മലപ്പുറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? ആൻസർ സി 2023. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആൻസർ എ ആർദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ആൻസർ എ ആണ്. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ആൻസർ എ കോൺവെക്സ് ലെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടണത് അല്ലെ. അപ്പൊ ഏതാണ് അതല്ലാത്തത്? ജയന്റ് വീലിന്റെ ചലനം. അത് എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ് അല്ലെ. ക്ലോക്കിന്റെ പെൻഡുലും ഊഞ്ഞാലിന്റെ ചലനവും മീട്ടുമ്പോൾ വീണക്കമ്പികളുടെ ചലനവും ഒക്കെ ഏതാണ്? ദോലന ചലനമാണ്. അല്ലാത്തത് ജയന്റ് വീലിന്റെ ചലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെന്റലീവിയം, ടൈറ്റാനിയം, റൂദർഫോർഡിയം, ക്യൂറിയം. ആൻസർ ബി ആണ്, ടൈറ്റാനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. ആൻസർ സി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ?
ആൻസർ ബി ആണ് ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഡി ആണ് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ പോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ആൻസർ ബി ആണ് ചിക്കൻ പോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഏതാണ്? വവ്വാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ആൻസർ സി ഡയബറ്റിസ് മെലിറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം. ആൻസർ സി ഇരുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? ആൻസർ എ സ്പിഗ്മോ മാനോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? ആൻസർ ഡി പ്രമേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ആൻസർ സി ലിംഫോസൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ എ WIFS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തുവാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഡി ബാലമിത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ആൻസർ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരെ? ആൻസർ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ആൻസർ ബി കൊൽക്കത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഡി തുടങ്ങനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ആൻസർ സി 28%. മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ വർക്ക്ഡ് ഔട്ട് ആണ്. അത് നോക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.